പിടിച്ചു നിൽക്കുന്നത് കണ്ടോ? പാമ്പ് കിടക്കുന്നത് പോലെയല്ലേ കിടക്കുന്നത്. കാണുമ്പോൾ തന്നെ നമുക്കൊരു പേടി തോന്നത്തില്ലേ? ഇവിടുന്ന് ഫുള്ളിങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ ഫുള്ളിങ്ങനെ പാമ്പ് കിടക്കുന്ന മാതിരി വള്ളികൾ മേളിൽ നിന്ന് താഴേക്കും ഒക്കെ ആയിട്ട് ഇങ്ങനെ നിറയെ കിടക്കുകയാണ്. ഇപ്പം നമ്മളൊരു ഈവനിങ്ങിലൊക്കെയാണ്, ഒരു സന്ധ്യയ്ക്കൊക്കെയാണ് നമ്മൾ നടക്കുന്നതെന്ന് തോന്നിക്കഴിഞ്ഞാൽ നമുക്ക് ശരിക്കും ഒരു പേടി തോന്നും. ഇങ്ങനെ വള്ളികൾ കിടക്കുമ്പോൾ പാമ്പ് വള്ളികളൊക്കെ കണ്ടിട്ടില്ലേ? പാമ്പ് ഇങ്ങനെ കിടക്കുന്ന പോലെ എനിക്ക് തന്നെ കാണുമ്പോൾ ഭയങ്കരമായിട്ട് പേടിയാവും. ഇതെന്താണെന്നറിയാവോ? ഇതാണ് ശവക്കെട്ട് വള്ളി എന്ന് പറയും. നിങ്ങൾ കേട്ടിട്ടുണ്ടോയെന്നറിയില്ല. ഇത് പീനാറി, ചതുരവള്ളി, അങ്ങനെ പല പേരുകളിൽ അറിയപ്പെടുന്നുണ്ട്. മലയോര മേഖലകളിൽ ഇത് അറിയപ്പെടുന്നത് ശവക്കെട്ട് വള്ളി എന്നാണ്. അപ്പോൾ ഇത് പ്രേതവും അതേപോലെ തന്നെ കുറേ അന്ധവിശ്വാസങ്ങളും അങ്ങനെയുള്ള കാര്യങ്ങളും ഒക്കെ ആയിട്ട് ഒരുപാട് ബന്ധമുള്ള ഒരു വള്ളിച്ചെടിയാണിത്. അപ്പം ഡീറ്റെയിലേക്ക് പോയാലോ? വേറൊരു കഥയെന്ന് പറഞ്ഞാൽ, നമ്മൾ മലയാളികൾക്ക് എപ്പോഴും ഒരാൾ നന്നാകുമ്പോൾ ശരിക്കും അസൂയുള്ള ആൾക്കാരാണ് അല്ലേ? ഒരാൾ നല്ല രീതിയിൽ രക്ഷപ്പെടുന്നതോ അവർ സന്തോഷമായിട്ട് ജീവിക്കുന്നതോ ഒക്കെ കാണുമ്പോഴത്തേക്കും ശരിക്കും നമുക്ക് അസൂയ ഉണ്ടാവും. അത് നമ്മൾ മനസ്സിലെങ്കിലും ചിലരെങ്കിലും ചിന്തിക്കും, ഓ അവർക്ക് എന്താ അല്ലേ, എന്തൊരു സന്തോഷമാണ്, എന്തൊരു ജീവിതമാണ്, എന്തോരം പൈസയാണ്, ഇങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ ചിന്തിക്കും. അപ്പോൾ അതിൽ അസൂയ മൂത്തിട്ടുള്ള ആൾക്കാർ പണ്ട് കാലങ്ങളിലായിരുന്നു ദുർമന്ത്രവാദങ്ങളൊക്കെ ചെയ്തിരുന്നത്. അവരെ നശിപ്പിക്കാനായിട്ടും അവരുടെ വീട്ടിലെ സന്തോഷം നശിപ്പിക്കാനൊക്കെ ആയിട്ട് ദുർമന്ത്രവാദങ്ങൾ ചെയ്തിരുന്നു. അതിനായിട്ട് പണ്ട് കാലങ്ങളിൽ നമ്മുടെ ഗ്രാമങ്ങളിലുള്ളവർ ഇതിൻ്റെ വിത്ത് കൊണ്ട് ദുർമന്ത്രവാദങ്ങൾ ചെയ്തു കൊടുത്തിരുന്നു എന്നാണ് പറയുന്നത്. ഈ നമ്മൾ ആളുകൾ ഏതെങ്കിലും മന്ത്രവാദിയെ സമീപിച്ചു കഴിഞ്ഞാൽ അവരിതിൻ്റെ വിത്തുകൾ വെച്ചിട്ട് മന്ത്രവാദങ്ങൾ ചെയ്തു കൊടുത്തിരുന്നു. ഇതിൽ നമ്മൾ ആ ഒരു കുടുംബത്തിൻ്റെ പേരെല്ലാം പറഞ്ഞ് ദുർമന്ത്രവാദം നടത്തി അത് കാറ്റിൽ പറത്തി അവരുടെ വീട്ടിലേക്ക് ഇട്ടുകൊടുക്കും. അവരുടെ വീട്ടിലത് പറന്നെത്തുന്ന സമയത്ത് അവരുടെ വീട്ടിൽ കലഹവും അതേപോലെ തന്നെ പ്രശ്നങ്ങളും എല്ലാം ഉണ്ടാകും. അവരുടെ വീട്ടിൽ സാമ്പത്തിക ബുദ്ധിമുട്ടുണ്ടാകും എന്നൊക്കെയുള്ളതാണ് പണ്ട് കാലത്തെ വിശ്വാസം. പറക്കുന്ന പ്രേതങ്ങൾ എന്നാണ് ഇതിൻ്റെ വിത്തുകൾ അറിയപ്പെടുന്നത്. കാരണം എന്താണെന്നറിയാവോ? ഇതിൻ്റെ വിത്തുകൾക്ക് ചിറകുകളുണ്ട്. ആ ചിറകുകൾ വെച്ച് കാറ്റത്ത് ഇത് കിലോമീറ്ററുകളോളം സഞ്ചരിക്കും. അപ്പോൾ ആ സമയത്ത് സന്ധ്യാസമയങ്ങളിലൊക്കെ ഇതിൻ്റെ വിത്തുകൾ ഇങ്ങനെ സഞ്ചരിക്കുന്ന സമയത്ത്, കാറ്റിലൂടെ ഒഴുകുന്ന സമയത്ത് ആളുകളൊക്കെ പുറത്തിറങ്ങുന്നുണ്ടല്ലോ, അപ്പോൾ വിചാരിക്കുന്നത് ഏതോ വെള്ള വസ്ത്രം ധരിച്ച ഏതോ രൂപങ്ങൾ കാറ്റിലിങ്ങനെ ഒഴുകി നമ്മുടെ വായുവിലിങ്ങനെ ഒഴുകി നടക്കുകയാണെന്നുള്ളൊരു ചിന്തയുണ്ടാവും. അപ്പോൾ അത് മന്ത്രവാദികൾക്ക് ഒരു അനുഗ്രഹമാണ്. കാരണം ഇങ്ങനെയുള്ള വിത്തുകളിലൊക്കെ മന്ത്രങ്ങൾ ജപിച്ചിട്ട് അതിങ്ങനെ കാറ്റിൽ പറത്തിവിടും. അത് കാറ്റിൽ പറത്തി വിടുമ്പോൾ അതിങ്ങനെ ഒഴുകി ഏതെങ്കിലും ഒരു വീട്ടിൽ ചെന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ വീട്ടിൽ മരണം നടക്കുമെന്നാണ് ആ ഒരു പണ്ട് കാലത്തുള്ള ഒരു വിശ്വാസം. അപ്പം ഇത് എന്ന് പറയുന്നത് നമ്മൾ പണ്ട് കാലത്തെ മന്ത്രവാദവും അതേപോലെ തന്നെ ഒരുപാട് ആൾക്കാരെ പേടിപ്പെടുത്തുന്നതുമായിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ ഈ ശവക്കെട്ടി വള്ളി, പീനാർ വള്ളി എന്ന് പറയുന്ന ഈ ഒരു ചതുരവള്ളി എന്ന് പറയുന്ന ഈ വള്ളിയെക്കുറിച്ച് ഒരുപാട് കാര്യങ്ങളുണ്ട്. അപ്പോൾ അതുപോലെ തന്നെയാണ് വേറൊരു കഥയും പറയുന്നുണ്ട്. കൂടാതെ ബന്ധന മന്ത്രവാദത്തിനും ഇതിൻ്റെ വള്ളികൾ അല്ലെങ്കിൽ ഇതിൻ്റെ വിത്തുകൾ ഉപയോഗിച്ചിരുന്നതായിട്ട് പറയപ്പെടുന്നുണ്ട്. ഇതിൻ്റെ വള്ളികൾക്ക് നല്ല സ്ട്രോങ് ആണ്. നമുക്ക് എടുക്കുമ്പോൾ തന്നെ അറിയാം, ഇത് വലിച്ചാലൊന്നും പൊട്ടത്തില്ല. ഒരു 5-6 പേര് കൂടി വലിച്ചാലും ഇതിനൊന്നും ആവത്തില്ല, അത്രത്തോളം സ്ട്രോങ് ആണ്. അപ്പം നമുക്ക് നാശം വിതയ്ക്കേണ്ട ആളെ അല്ലെങ്കിൽ അവരുടെ ആ ഒരു ഇതിനെ നമ്മൾ ആ ഒരു രൂപം ഉണ്ടാക്കും. നമ്മുടെ ശത്രുവിൻ്റെ രൂപമുണ്ടാക്കിയിട്ട് അതിൽ ഈ വള്ളികൾ കൊണ്ട്, ബന്ധന വള്ളികൾ കൊണ്ട് കെട്ടി ഏതെങ്കിലും കാട്ടിലൊക്കെ കൊണ്ട് കുഴിച്ചിടുന്ന ഒരു രീതി പണ്ട് കാലങ്ങളിലുണ്ടായിരുന്നു. അതിനെ ബന്ധന മന്ത്രവാദം എന്നാണ് പറയുന്നത്. അപ്പോൾ അതിനൊക്കെയായിട്ട് പണ്ട് കാലങ്ങളിൽ ഉപയോഗിച്ചിരുന്നതായിട്ടൊക്കെ പറയുന്നുണ്ട്. പക്ഷേ നമ്മൾ ഒരു പരിധി വരെയൊക്കെ നമ്മൾ മന്ത്രവാദവും കാര്യങ്ങളും ഒക്കെ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ തന്നെ ഈ ദുർമന്ത്രവാദത്തിൽ എത്രത്തോളം ഈ ഒരു ഇത് വെച്ചിട്ടുള്ള എത്രത്തോളം വസ്തുതയുണ്ടെന്നുള്ളത് നമുക്കറിയില്ല. കാരണം നമ്മുടെ ഈ ഒരു കാലഘട്ടത്തിലൊന്നും മന്ത്രവാദത്തിനൊന്നും വലിയ പ്രാധാന്യമില്ല. എന്ന് വെച്ചാൽ മൊത്തത്തിൽ ഇല്ലാതായി എന്നല്ല, പക്ഷേ പണ്ട് കാലത്തെ എത്രത്തോളം ആ ഒരു വിശ്വാസങ്ങളോ അന്ധവിശ്വാസങ്ങളോ ഒന്നും ഇപ്പം നിലവിലില്ല. അപ്പോൾ പണ്ട് കാലങ്ങളിൽ നടത്തിയിരുന്ന കാര്യങ്ങളാണ് ഇതൊക്കെ പറയുന്നത്. അപ്പം ഇതിൻ്റെ ഒരു വള്ളിക്ക് സ്ട്രോങ്ങും കൂടി ആയതുകൊണ്ട് തന്നെ പണ്ട് കാലങ്ങളിൽ നമ്മുടെ നേരത്തെ പറഞ്ഞ പോലെ മലയോര മേഖലകളിൽ ശവപ്പെട്ടി ഇറക്കി വയ്ക്കാനും ബോഡി കുഴിയിലേക്ക് ഇറക്കാനൊക്കെയാണ് മലയോര മേഖലകളിൽ കയറൊന്നും ലഭ്യമല്ലാതിരുന്നത് കൊണ്ട് ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. കൂടാതെ ഉപയോഗിച്ചുകൊണ്ടിരുന്നതെന്ന് പറഞ്ഞാൽ നമ്മുടെ കാട്ട് പ്രദേശങ്ങളിലൊക്കെ വേലി, ഇതിൻ്റെ വള്ളികൾ കൊണ്ട് വേലി കെട്ടിവെക്കും. ഇത്രയും സ്ട്രോങ് ആണ്. അത് തന്നെയല്ല, ഇതിനൊരു വൃത്തികെട്ട സ്മെല്ലും ഉണ്ട്. അപ്പോൾ ഈ ഒരു മണം ഉള്ളത് കൊണ്ട് തന്നെ മറ്റേ മൃഗങ്ങളൊക്കെ വലുതായിട്ട് അവരുടെ ഏരിയകളിലേക്ക് കയറി വരാതിരിക്കാൻ സഹായിക്കുമെന്നൊരു വിശ്വാസവും കൂടെ ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതിൻ്റെ വള്ളികൾ കൊണ്ട് അവർ ചുറ്റുവേലികൾ കെട്ടാറുണ്ടായിരുന്നു. കൂടാതെ ഉണ്ടല്ലോ, ഇതിനെക്കുറിച്ച് വേറൊരു കഥയും പറയുന്നുണ്ട്.
പണ്ട് കാലങ്ങളിൽ മന്ത്രവാദികൾ, ഞാൻ പണ്ട് എന്ന് പറയുന്നത് ഇപ്പം നമ്മൾ നിലവിൽ ചെയ്യുന്നില്ല എന്നുള്ളത് കൊണ്ട് തന്നെയാണ്. അപ്പോൾ ഈ വള്ളിയെക്കുറിച്ച് പണ്ട് നിലനിന്നിരുന്ന കാര്യങ്ങൾ നിങ്ങളും കൂടി ഒന്ന് മനസ്സിലാക്കാനും, കാരണം പണ്ട് കാലങ്ങളിൽ ഇതൊക്കെ ഉപയോഗിച്ചിരുന്നത് അങ്ങനെയൊക്കെയാണ്, അതൊക്കെ ഒരു അന്ധവിശ്വാസമാണ് എന്നുകൂടി പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ കാര്യങ്ങളൊക്കെ പറയുന്നത്. അപ്പോൾ പണ്ട് കാലങ്ങളിൽ മന്ത്രവാദികൾ ഇതിൻ്റെ വേരും ഇലയും കൂടി അരച്ചിട്ട് അത് പാനീയങ്ങളിൽ കലക്കി നമുക്കിപ്പം ആർക്കാണോ പ്രശ്നങ്ങൾ, ഇപ്പം എൻ്റെ ശത്രു ആരാണോ ആ ശത്രുവിന് ഞാൻ കൊടുക്കും. അപ്പോൾ ആ കൊടുക്കുന്ന വ്യക്തിക്ക് അത് കുടിച്ചു കഴിയുമ്പോഴത്തേക്കും മാനസികമായ വിഭ്രാന്തിയോ അതേപോലെ തന്നെ തളർച്ചയോ ഒക്കെ ഉണ്ടാവും. അപ്പോൾ അതിലൂടെ ആ വ്യക്തിയെ മാനസികമായി തളർത്തുക. മാനസികമായി തളർത്തി കഴിഞ്ഞാൽ നമ്മൾ പറയുന്ന കാര്യങ്ങൾ ചെയ്യാനും അങ്ങനെ ഒരു രഹസ്യ സ്വഭാവമുള്ള കാര്യമായിട്ട് ഇതിൻ്റെ ഇലയും വേരുമൊക്കെ മന്ത്രവാദികൾ ഉപയോഗിച്ചിരുന്നതായിട്ടൊക്കെ പറയുന്നുണ്ട്. പക്ഷേ ശരിക്കും പറഞ്ഞാൽ ഇതിൻ്റെ വിത്തുകളാണ് ഏറ്റവും പ്രാധാന്യം എന്ന് പറയുന്നത്. കാരണം പറക്കുന്ന വിത്തുകളാണ്. അപ്പോൾ ഇത് കണ്ടു കഴിഞ്ഞാൽ നമ്മുടെ വായുവിലൂടെ ഒഴുകി വരുന്ന എന്തോ രൂപമായിട്ട് നമുക്കത് ഫീൽ ചെയ്യത്തുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ അത് മന്ത്രവാദികളൊക്കെ ഒരു പരിധിവരെ ആൾക്കാരെ പേടിപ്പിക്കാനായിട്ട് പണ്ട് കാലങ്ങളിൽ ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നു. ശരിക്കും പറഞ്ഞാൽ പ്രകൃതിയുടെ ഒരു വിസ്മയം എന്ന് തന്നെ പറയാം ഇതിൻ്റെ വിത്തുകൾക്ക് ആ പറക്കാനുള്ള കഴിവെന്ന് പറയുന്നത്. കാരണം കിലോമീറ്ററുകളോളം ഇതിൻ്റെ വിത്തുകൾ പറക്കും. അതിലൂടെ തന്നെ നമുക്ക് പുതിയ പുതിയ ചെടികളുടെ പ്ലാന്റേഷൻസ് നടക്കും. പക്ഷേ ഇപ്പോൾ ഇതിൻ്റെ ഈ ഒരു ചെടിയുടെയൊക്കെ വംശനാശ ഭീഷണി നേരിടുന്ന ഒരു സമയമാണെന്നാണ് പറയുന്നത്. അപ്പോൾ നമ്മളിതിനെക്കുറിച്ച്, ഞാനൊക്കെ ഇവിടെ വന്നതിന് ശേഷമാണ് ഈ ഒരു ചെടിയെക്കുറിച്ച് അറിയുന്നതും കാണുന്നതും ഒക്കെ തന്നെ. കാരണം ഇങ്ങനെ ഒരു വള്ളി പണ്ട് കാലങ്ങളിൽ ഉപയോഗിച്ച് മലയോര മേഖലകളിൽ ഉപയോഗിച്ചിരുന്നതായിട്ട് നമുക്കറിയാം. കാരണം അവിടങ്ങളിലുള്ളവർ ഒരുപാട് കാര്യങ്ങൾക്കായി ഉപയോഗിച്ചിരുന്നു. കാരണം ഇത് സ്ട്രോങ് ആയതുകൊണ്ട് തന്നെ പെട്ടി കെട്ടാനും അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ എന്തെങ്കിലുമൊക്കെ കെട്ടി ടൈറ്റ് ചെയ്ത് വയ്ക്കാനൊക്കെ ആയിട്ട് കയറൊക്കെ ഉപയോഗിക്കുന്ന സ്ഥാനത്ത് ഇതിൻ്റെ വള്ളികളൊക്കെ ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ ഇതേക്കുറിച്ചുണ്ട്. അപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഒരു പരിധിവരെ അന്ധവിശ്വാസങ്ങൾ തന്നെയാണെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. അപ്പം നിങ്ങളിങ്ങനെയുള്ള കാര്യങ്ങൾ ഉപയോഗിച്ചിട്ടുണ്ടെങ്കിലോ ഇതിനെക്കുറിച്ച് കൂടുതലായ അറിവുകൾ ഉണ്ടെന്നുണ്ടെങ്കിലോ നിങ്ങളുടെ പ്രദേശങ്ങളിൽ ഇത് വേറെ എന്തെങ്കിലും ഉപയോഗിക്കുന്നുണ്ടെങ്കിലോ ഒന്ന് താഴെ കമൻറ്റ് ചെയ്യുക.